ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വരുന്നൊരു പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പതിപ്പിൻ്റെ ഫസ്റ്റ് പേജാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന പേര് സ്വാതന്ത്ര്യദീപ്തി. സ്വാതന്ത്ര്യദിന പതിപ്പ് 2026. ന്യായവും ക്ലാസ്സും സ്കൂളും ഒക്കെ കൊടുക്കുക. ഉള്ളടക്കം: ആമുഖം, സ്വാതന്ത്ര്യദിനക്കുറിപ്പ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ, ധീര ദേശാഭിമാനികൾ, ദേശീയ പ്രതീകങ്ങൾ, മുദ്രാവാക്യങ്ങൾ. ക്വിസ്, കവിത, പോസ്റ്റർ, ഉപസംഹാരം. ആമുഖം: നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് നാം. 1947 ഓഗസ്റ്റ് 15 പിറന്ന ആ സ്വാതന്ത്ര്യം ഇന്ന് നാം അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ ഫലമായാണ്. ആ ധീരസ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന പതിപ്പ് വായനക്കാർക്കായി സമർപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന കുറിപ്പ്. സ്വാതന്ത്ര്യദിനം, ചരിത്രവും പ്രാധാന്യവും. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. വിദേശ ഭരണത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ മഹാരഥന്മാർ നയിച്ച അഹിംസാ സായുധ പോരാട്ടങ്ങൾക്കൊടുവിലാണ് രാജ്യം സ്വതന്ത്രമായത്. പതാക ഉയർത്തലിലൂടെയും വിവിധ സാംസ്കാരിക പരിപാടികളിലൂടെയും നാടെങ്ങും ഈ ദിവസം കൊണ്ടാടുന്നു. ഈ ദിനം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ പട്ടാളക്കാരും രാജാക്കന്മാരും ചേർന്ന് നടത്തിയ ആദ്യത്തെ വലിയ വിപ്ലവം. മംഗൽ പാണ്ഡെ, ഝാൻസി റാണി ലക്ഷ്മിഭായ് എന്നിവരായിരുന്നു ഇതിൻ്റെ നായകർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് സമാധാനപരമായി യോഗം ചേർന്ന ജനങ്ങൾക്ക് നേരെ ജനറൽ ഡയറുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്തു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ ഈ സംഭവം ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. അസഹകരണ പ്രസ്ഥാനം. 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും കോടതികളും വിദ്യാലയങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ സമരം. ഉപ്പു സത്യാഗ്രഹം. ദണ്ഡിയാത്ര. 1930 ബ്രിട്ടീഷുകാർ ഉപ്പിന്മേൽ ചുമത്തിയ നികുതിക്കെതിരെ ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പദയാത്ര. ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഭാരതം വിട്ടുപോവുക എന്ന് ബ്രിട്ടീഷുകാരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ആരംഭിച്ച ശക്തമായ ജനകീയ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ. ആദ്യകാല സായുധ പ്രതിരോധങ്ങൾ. പഴശ്ശിരാജാവിൻ്റെ സമരങ്ങൾ. 1793 1805 കോട്ടയം രാജാവായിരുന്ന വീര പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെയാണ് പോരാടിയത്. വയനാട്ടിലെ കുറിച്യർ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഒളിപ്പോര് നടത്തി. 1805 നവംബർ 30 അദ്ദേഹം വീരമൃത്യു വരിച്ചു. കുണ്ടറ വിളംബരം. 1809 തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 പുറപ്പെടുവിച്ച ചരിത്രപ്രസിദ്ധമായ വിളംബരമാണിത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒന്നിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കുറിച്യർ ലഹള. 1812 ബ്രിട്ടീഷുകാരുടെ കടുത്ത നികുതി പിരിവിനെതിരെ വയനാട്ടിലെ കുറിച്യരും കുറുമരും നടത്തിയ വലിയൊരു ആദിവാസി പ്രക്ഷോഭമാണിത്. രാമൻ നമ്പിയായിരുന്നു ഇതിൻ്റെ നേതാവ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുണ്ടായ സമരങ്ങൾ. ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാർ ലഹളയും.
1921 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മലബാറിൽ പ്രത്യേകിച്ച് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ നടന്ന വലിയൊരു സായുധ സമരമാണിത്. ആലി മുസലിയാർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ഉപ്പു സത്യാഗ്രഹം 1930. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലും ഉപ്പു സത്യാഗ്രഹം നടന്നു. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പയ്യന്നൂരിലേക്ക് നടത്തിയ മാർച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഉപ്പ് കുറുക്കിയത്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉൾക്കൊണ്ട് കേരളത്തിലും വലിയ പ്രതിഷേധങ്ങൾ നടന്നു. മലബാറിലെ കീഴരിയൂർ ബോംബ് കേസ് ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമാണ്. സാമൂഹിക പരിഷ്കരണ സമരങ്ങൾ. വൈക്കം സത്യാഗ്രഹം 1924-25. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ പിന്നോക്ക വിഭാഗക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണിത്. ടി.K. മാധവൻ, K.P. കേശവമേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണിത്. കെ കേളപ്പൻ, A.K. ഗോപാലൻ എന്നിവരായിരുന്നു ഇതിൻ്റെ മുന്നണി പോരാളികൾ. ഇതിൻ്റെ തുടർച്ചയായാണ് 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. മറ്റ് പ്രധാന സമരങ്ങൾ. കയ്യൂർ സമരം 1941. കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ കർഷകർ ജന്മികൾക്കും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നടത്തിയ പോരാട്ടമാണിത്. പുന്നപ്ര വയലാർ സമരം 1946. തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമാക്കാനുള്ള ദിവാൻ C.P. രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ പ്രദേശങ്ങളിൽ തൊഴിലാളികൾ നടത്തിയ രക്തരൂക്ഷിതമായ സായുധ സമരമാണിത്. ധീര ദേശാഭിമാനികൾ. മഹാത്മാഗാന്ധി. വിശേഷണം: ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. സമരരീതി: സത്യം, അഹിംസ. പ്രധാന സമരങ്ങൾ: ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. മുദ്രാവാക്യം: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. വിശേഷണം: വിപ്ലവ വീര്യത്തിൻ്റെ പ്രതീകം. പ്രധാന നേട്ടം: ആസാദ് ഹിന്ദ് ഫൗജ് എന്ന പേരിൽ ശക്തമായ സൈന്യം രൂപീകരിച്ചു. മുദ്രാവാക്യം: ജയ് ഹിന്ദ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഭഗത് സിംഗ്. വിശേഷണം: യുവത്വത്തിൻ്റെ വിപ്ലവ നക്ഷത്രം. ധീരത: ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി 23-ാം വയസ്സിൽ തൂക്കുമരത്തിലേറി. മുദ്രാവാക്യം: ഇൻക്വിലാബ് സിന്ദാബാദ്. പഴശ്ശിരാജ. വിശേഷണം: കേരള സിംഹം. ധീരത: ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ വയനാടൻ കാടുകളിൽ കുറിച്യർക്കൊപ്പം ഒളിപ്പോര് നടത്തി വീരമൃത്യു വരിച്ചു. കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിനും പയ്യന്നൂർ സമരങ്ങൾക്കും നേതൃത്വം നൽകിയ ധീര നേതാവ്. അക്കാമ്മ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ധീര വനിത. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനായി നടന്ന സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ചു. വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിലെ ദളവ മുഖ്യമന്ത്രിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒന്നടങ്കം അണിനിരത്തി ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തി. റാണി ലക്ഷ്മിഭായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീര നായിക. ഝാൻസിയുടെ രാജ്ഞിയായ ഇവർ തൻ്റെ ദത്തുപുത്രനെ പുറത്തു വെച്ചുകെട്ടി കുതിരപ്പുറത്തേറി ബ്രിട്ടീഷ് പടയോട് വീറോടെ പോരാടി മരിച്ചു. ദേശീയ പ്രതീകങ്ങൾ. ദേശീയ പതാക: ത്രിവർണ പതാക. മുകളിൽ കുങ്കുമം, ത്യാഗം. നടുവിൽ വെള്ള, സമാധാനം. താഴെ പച്ച, സമൃദ്ധി. നടുവിൽ 24 ആരങ്ങളുള്ള കടും നീല നിറത്തിലുള്ള അശോകചക്രം. രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ദേശീയഗാനം.
രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന. ഇത് ആലപിക്കാൻ 52 സെക്കൻഡ് വേണം. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം. ദേശീയ മുദ്ര സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുള്ള 4 സിംഹങ്ങൾ. ഇതിൻ്റെ താഴെ സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുദ്രാവാക്യങ്ങൾ: ഇൻക്ലാബ് സിന്ദാബാദ്, വിപ്ലവം വിജയിക്കട്ടെ, ഭഗത് സിംഗ്. ജയ് ഹിന്ദ്, സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എൻ്റെ ജന്മസിദ്ധാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ബാലഗംഗാധര തിലകൻ. സത്യമേവ ജയതേ മദൻ മോഹൻ മാളവ്യ പ്രചരിപ്പിച്ചു. ക്വിസ്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷവും തീയതിയുമെന്ന്. 1947 ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന പാടിത്തീർക്കാൻ എത്ര സെക്കൻഡ് വേണം? 52 സെക്കൻഡ്. കേരളത്തിലെ 2ാം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര കേന്ദ്രം ഏതാണ്? പയ്യന്നൂർ, കണ്ണൂർ. കവിത: ഓഗസ്റ്റ് 15 വന്നണഞ്ഞു, ഭാരതമൊന്നാകെ ഉണർന്നു നിൽപ്പു, സ്വാതന്ത്ര്യ പുലരിതൻ പൊൻപ്രഭയിൽ ദേശഭക്തിതൻ ഗീതങ്ങൾ പാടിടാം, വീരരക്തം ചിന്തിയ പുണ്യഭൂമി, ത്യാഗത്തിൻ കഥകൾ പറയുമീ മണ്ണ്, ഗാന്ധിജിയും നെഹ്റുവും നയിച്ച പാതയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു നീങ്ങിടാം. ത്രിവർണ പതാക വാനിലുയർത്തി ഭാരതാംബയ്ക്ക് പ്രണാമമേകാം, ജാതിയും മതവും ഭേദമില്ലാതെ സ്നേഹത്തിൻ സന്ദേശം പകർന്നിടാം, സ്വാതന്ത്ര്യ സുദിനം ആഘോഷിക്കാം, ജയ് ഹിന്ദ് ധ്വനികൾ മുഴക്കിടാം. പോസ്റ്റർ: ഉപസംഹാരം: ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നത് മുൻ തലമുറകളുടെ രക്തവും വിയർപ്പുമാണ്. ജാതിയും മതവും ഭാഷയും നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി ഭാരതത്തിൻ്റെ പുരോഗതിക്കായി കൈകോർക്കണം. വൈവിധ്യങ്ങൾക്കിടയിലെ ഐക്യമാണ് നമ്മുടെ കരുത്ത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.